ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ആർ യു ഗൈസ് ആക്ച്വലി ഏബിൾ ടു ഫീൽ ഇറ്റ് ലൈക്ക് യു ഓൾറെഡി ഹാവ് ഇറ്റ് ബിഫോർ ഹാവിങ് ഇറ്റ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമായിരിക്കും, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു വോണ്ട്, ഇറ്റ്സ് അബൌട്ട് ഹൂ യു ആർ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ ഉള്ള ഒരാളായിട്ട് വേണം നിങ്ങൾ നടക്കാൻ. ഇറ്റ്സ് മോർ അബൌട്ട് യു ഹാവ് ടു ഫീൽ ലൈക്ക് യു ഓൾറെഡി ഹാവ് ഇറ്റ്. അതിപ്പോ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. സംടൈംസ് യു മൈറ്റ് ബി എ പേഴ്സൺ ഹൂ ഇസ് ചേസിങ് ഇറ്റ്. നിങ്ങൾ ആ ഒരു കാര്യത്തിന് പുറകെ ഇങ്ങനെ ഓബ്സസ്ഡ് ആയിട്ട് ഓടിക്കൊണ്ട് നടക്കുന്ന ഒരാളാവും. ബട്ട് അങ്ങനെ ആവുമ്പോൾ ആ തിങ് ഈസ് നോട്ട് ഗോയിങ് ടു കം ടു യുവർ ഡിസൈഡ് റിയാലിറ്റി. ഓക്കെ, അങ്ങനെയല്ല മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അതും ഇതൊക്കെ കാണിച്ചിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആവണില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു ക്ലിയർലി നോ ഹൗ ഇറ്റ് വർക്ക്സ്. എന്നിട്ട് വേണം, അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഹലോ എവ്രി വൺ, മൈ നെയിം ഇസ് അനാഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെവില് എങ്ങനെയാണ് ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഹൗ നെവില് വാസ് ആക്ച്വലി ഏബിൾ ടു ഫീൽ ഇറ്റ് ലൈക്ക് യു ഓൾറെഡി ഹാഡ് ഇറ്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അതുപോലെ തന്നെ ആൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എക്സസൈസ് ഉണ്ട്, അതും കൂടി ഈ ഒരു വീഡിയോയിൽ പെർഫോം ചെയ്യാം. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യേണ്ടതെന്നുള്ളത്. ഫീലിംഗ് ഇറ്റ് ബിഫോർ യു ഹാവ് ഇറ്റ്. നെവിലെ കൂടുതലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു വോണ്ട് ടു മാനിഫെസ്റ്റ് സംതിങ് ദ കീ ഈസ് മോഷൻ. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മാസ്റ്ററിങ് ദി ഇന്നർ മോഷൻ. ഈ ഒരു കാര്യം മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നെവിലെ ഡെയിലി ചെയ്തിരുന്ന ഒരു എക്സസൈസ് ഉണ്ട്. ആള് നമ്മളുടെ നോർമൽ വീട്ടിലുള്ള ആ ഒരു ടെലിഫോൺ, ഹാളിലുള്ള ഒരു ടെലിഫോണ് കാണാൻ പറ്റാത്ത റൂമിൽ പോയിട്ട് ആളിരിക്കും. ലിവിങ് റൂമിൽ പോയിട്ടാണ് ആൾ ഇരുന്നിരുന്നത്. എന്നിട്ട് ആൾ ആ ഹാളിലുള്ള ആ ഒരു ടെലിഫോൺ ആൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു മനസ്സിൽ. അതിൻ്റെ ആ ടെലിഫോണിൻ്റെ അടുത്തുള്ള ഒരു കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ആൾ ഡെയിലി ഇങ്ങനെ സങ്കല്പിക്കും. എന്നിട്ട് ഹി വുഡ് ബ്രിങ് ഹിംസെൽഫ് ബാക്ക് ഇൻ ടു ദ ലിവിംഗ് റൂം. തിരിച്ച് ആ ലൈക്ക് ലിവിംഗ് റൂമിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ തിരിച്ച് ആ ലിവിംഗ് റൂമിൽ തന്നെ എത്തി എന്നുള്ള ഒരു കാര്യം ആൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി പെർഫോം ചെയ്യും. അങ്ങനെ ഇവൻച്വലി ആൾ ഓരോ ദിവസം ഈ ഒരു കാര്യം ഇങ്ങനെ പെർഫോം ചെയ്ത് ഇവൻച്വലി ഹി ഡിസ്കവേർഡ് ദ ഫീലിംഗ് ഓഫ് മോഷൻ. ഈ ഒരു കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഡു ആൻ എക്സസൈസ്. ഓക്കെ, അതിൽ നിങ്ങളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത്, വെദർ യു ആർ ഇൻ ദ ക്ലാസ് റൂം അല്ലെങ്കിൽ കാറിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ടേക്ക് എ മൊമെന്റ്, ക്ലോസ് യുവർ ഐസ്. ഇത് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു കാര്യം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് കിച്ചൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബെഡ്റൂം ആയിക്കോട്ടെ, ഏതൊരു റൂമാണ് നിങ്ങൾ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ളത്, ക്ലാസ് റൂം ആണെങ്കിൽ ക്ലാസ് റൂം, നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏതാണോ റൂമുള്ളത് അത് നിങ്ങളെ മനസ്സിൽ കണ്ണടച്ചിട്ട് സങ്കല്പിക്കാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു റൂമിലുള്ള നിങ്ങൾ കൂടുതലിരിക്കുന്ന കൗച്ചോ അല്ലെങ്കിൽ ചെയറോ, ബെഡ് ആണെങ്കിൽ ബെഡോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു സ്പേസിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. കണ്ണടച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു സ്പേസിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഇരിക്കുന്ന ആ ഒരു സ്പേസ് എന്ത് ടെക്സ്ചർ ആണോ, ലൈക്ക് വെദർ ഇറ്റ്സ് ഹാർഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ, ആ ഒരു കാര്യം നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടുവരാം. ആ ഒരു കുറച്ചും കൂടെ പിക്ചർ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള സ്പേസ് പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പിക്ചർ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആക്കാൻ പറ്റും. ഫെമിലിയർ ആവുന്ന സ്പേസ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാലോ. അപ്പോൾ ആ ഒരു സ്പേസിൽ ഇരിക്കുന്നത് നിങ്ങൾ പ്രോപ്പർ ക്ലിയർ ആയിട്ട് ഇങ്ങനെ സങ്കല്പിക്കുക. ആ ഒരു സ്പേസിൻ്റെ ടെക്സ്ചർ, അതേപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആക്കാൻ പറ്റുന്നോ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ മൈൻഡിൽ അങ്ങനെ ആ ഒരു ഇമേജ് കുറച്ചുകൂടി ക്ലിയർ ആക്കി കൊണ്ടുവരാം. ദാറ്റ്സ് ഇറ്റ്. ഇത് നിങ്ങൾക്ക് കണ്ണുറക്കാം. ഇപ്പം നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു ഷിഫ്റ്റിൽ, നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സ്പേസിന് തിരിച്ച് നിങ്ങൾ ഈ ഒരു സ്പേസിലോട്ട് തന്നെ വന്നതിൻ്റെ ആ ഒരു ഷിഫ്റ്റിനാണ് നമ്മൾ ഈ ഇന്നർ മോഷൻ എന്ന് പറയുന്നത്. യു മൂവ്ഡ് ഇൻവേർഡ്ലി ഫ്രം സ്പേസ് ആൻഡ് ടൈം. ഈ ഒരു കാര്യം നിങ്ങൾ റിപ്പീറ്റഡ്ലി പ്രോസസ്സ് ചെയ്യുമ്പോൾ, റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു മോഷൻ, ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി വൈ ദിസ് ഓൾ മാറ്റേഴ്സ്, ബിക്കോസ് ദിസ് ഈസ് ഹൗ മാനിഫെസ്റ്റേഷൻ വർക്ക്സ്. ഓക്കെ, നിങ്ങൾ നെവില് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, യു ആർ ഓൾ ഇമാജിനേഷൻ, then you must be who you are in your imagination. Eventually it will be objectified. ഇപ്പോൾ you might be a person going through a lot of problem. ചിലപ്പോൾ പൈസ ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവാം, എന്തോ ആയിക്കോട്ടെ. ദി ഓൺലി വേ ഫ്രം മൂവിങ് ടു ദോസ് പ്രോബ്ലംസ് ഇൻ ടു സൊല്യൂഷൻ ഈസ് ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഡിസയർ, അത് നിങ്ങളെ റിയാലിറ്റി ഇപ്പം കറൻ്റ്ലി ഉള്ളതാണെങ്കിൽ, ഹൗ ഡു യു ഫീൽ? ഇഫ് യു ആർ എ പേഴ്സൺ ദാറ്റ് യു ആക്ച്വലി വോണ്ട് ടു ബി, ആ ഒരാളാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ, ഹൗ വുഡ് യു ഫീൽ? ദാറ്റ്സ് ഓൾ യു നീഡ് ടു നോ. ദെൻ മൂവ് ഇൻ ടു ദാറ്റ് സ്പേസ് ഇൻവേർഡ്ലി, ക്യാച്ച് ദാറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ക്യാച്ച് ദാറ്റ് മൂഡ്. നെവിലെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇഫ് യു ആർ മൂവിങ് യുവർ ഇമാജിനേഷൻ ഇൻ ടു വേർ യുവർ ഡിസയർ ഈസ്, യു ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് എ സ്പേസ് ഫോർ ദാറ്റ് ഡിസയർ ടു ഒക്കർ. നിങ്ങൾ ആ റിയാലിറ്റിയിലോട്ട് നിങ്ങളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം ആ ഒരു കാര്യം ശരിക്കും ഉണ്ടായി വരാൻ. ഇവഞ്ച്വലി ആ ഒരു പ്രാക്ടീസിന് ശേഷം ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് ഈസ് ഗോയിങ് ടു ഒക്കർ. നെവിലെ പറയുന്ന ആ ഒരു ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ്, ഐ മീൻ ഈ
എ സ്പേസ് വേർ ഓൾ ദോസ് തിങ്സ് ആർ ഗോയിങ് ടു ഒക്കെ. നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്, പീപ്പിൾ, ആ ഓരോ കാര്യങ്ങൾ വരുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു പോയിന്റ് എന്ന് നിങ്ങളെ പോയിന്റ് ബിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് ക്രിയേറ്റ് ആവും. അതിനനുസരിച്ചുള്ള ആൾക്കാർ വരും, ഓപ്പർച്യൂണിറ്റീസ് വരും. ആൻഡ് ഓൾ യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ടു കീപ് മൂവിങ് ഫോർവേഡ്. That's all you have to do. Hope you guys actually enjoyed watching this video. Make sure you guys like, comment and subscribe. അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, bye.